ആഗ്രഹമുണ്ട്. എന്നാലും സംസാരിക്കാം. എനിക്കറിയില്ല പുറത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ അകത്തത്തെ ജീവിതം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ എന്താ പറയാ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അത്രയും ദിവസം നിൽക്കുമ്പോൾ മെന്റലി നമ്മുടെ തലയെല്ലാം പോകും, വേറെ ലെവലാകും. എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ പോലെ ഒരാൾക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം, ഭയങ്കര ഭാഗ്യമാണ്. 70 ദിവസത്തിനും എത്ര 70 അത്രയും ദിവസമൊക്കെ നിന്നു. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയൊരു ഇതില് വലിയ രീതിയിൽ അത്രയും നേരം അത്രയും നാളവിടെ നിൽക്കാൻ പറ്റിയത്. ബാക്കി പിന്നെ അങ്ങനെ ചോദിച്ചാ ഔട്ട് ആവേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് ഔട്ട് ആവേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ കേറി വന്നപ്പോ പെട്ടെന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എവിക്ഷന്റെ ഡേ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത്. കളിച്ചു വന്നിരുന്നു, വീണ്ടും പഴയ ഒരു റസ്മിൻ ഭായി ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗബ്രി ഔട്ടായി, ഇനി അടുത്ത രശ്മിൻ ഔട്ടായി. അപ്പൊ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഔട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത്, ഞാൻ ഔട്ട് ആവാൻ റീസൺ ഞാൻ കുറച്ച് ഡൗൺ ആയി നിന്നത് കൊണ്ട് തന്നെയാണ്. അല്ല, ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ, എനിക്കൊന്ന് ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനായി പവർ റൂമിൽ കയറി, മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ഈ 2 ആഴ്ച ഞാൻ മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ട്രൈ ചെയ്തു. തിരിച്ചു വന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം അടിപൊളിയാ, ഹാപ്പിയാണ്. ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ലാൽ സാറിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇറങ്ങാൻ പറ്റി, ലാൽ സാറിനെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഗൈസ് കം ഓൺ, ഇതൊക്കെ ഇനി പിന്നെ ഡിസ്കസ് ചെയ്യാം. അവര് നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ രീതിയിലും. ഞാനൊന്ന് പൊക്കോട്ടെ. കപ്പടിക്കുകയാണെങ്കിൽ ഹൗസിന്റെ ഉള്ളിൽ നിന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 6 ചെറുപ്പ് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഞാനിപ്പോ ഔട്ടായതും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പെട്ടെന്ന് ഔട്ടായി. കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്സരയ്ക്ക് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, പറയാൻ പറ്റില്ല. ചിലപ്പോ ജിൻഡോപ്രോക്ക് ഉണ്ട്. അയ്യോളാം ജാസ്മിൻ ജെന്യൂൻ ആയിട്ടാണ്. ജാസ്മിൻ അല്ല, ഫ്ലാഷ് ഓഫ് ആയിക്കോ. ജാസ്മിൻ ജെന്യൂൻ ആയിട്ട് തന്നെ നിന്ന് കളിക്കുന്ന ഒരാളാണ്. അവളുടെ സ്വഭാവം അതാണ്, അങ്ങനെ തന്നെയാണ്. ജാസ്മിൻ നീറ്റില്ല, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അല്ല, ജാസ്മിന് ഓള് കുറച്ച് എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തില്, അതിനിപ്പോ എങ്ങനെ പറയാ, ശ്രദ്ധക്കുറവുണ്ട്. വൃത്തിയില്ലാന്നല്ല, ശ്രദ്ധക്കുറവുണ്ട് അവർക്ക്, അത്രേ ഉള്ളൂ. ഗബ്രിയും ജാസ്മിനുള്ള പ്രേമം സത്യമാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പ്രേമം അത് എക്സാക്ട് ആയിട്ട് പ്രേമാണോ എന്താ ഗൈസ്? നേരെ പോലെ വാ, ഓടോ വണ്ടി എവിടെ? ഗൈസ്